കോക്രോച്ച് ജനതാ പാർട്ടി എന്താല്ലേ നല്ലൊരു പാർട്ടി ഉണ്ടെന്നും ആ പാർട്ടി BJPയെ ഇപ്പം താഴെ ഇറക്കും എന്ന് പറഞ്ഞു പരത്താനുള്ള ചില മാധ്യമങ്ങളുടെ വ്യഗ്രത പറയാതെ വയ്യ. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഏത് പാർട്ടിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതിന് കൂറയായാലും പഴുതാരയായാലും എന്ത് പേരിൽ വന്നോട്ടെ നമുക്ക് സപ്പോർട്ടും കൊണ്ട് ഒരു പാർട്ടി വന്നപ്പോഴും നമ്മൾ ഇതേമാതിരി സ്വീകരിച്ചതാണ്. ഓർക്കണം, അല്ല അവസാനത്തെ ഗതി എന്തായി എന്ന് ഓർക്കണം. പോട്ടെ, കോക്രോച്ച് പാർട്ടിയിൽ ചേരാനുള്ള മാനദണ്ഡം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ശങ്കുട്ടി ദാസ് അത് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും അവർ പറയുന്ന അതിനൊക്കെയുള്ള അവരുടെ നടപടിക്രമങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങാനുള്ള കാരണമായി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള യുവാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള മോശം പരാമർശം എന്നാണ്. ആ പരാമർശം ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അത് ഫേക്ക് ലോ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ തെറ്റായിട്ടുള്ള രേഖകൾ കൊടുത്തുകൊണ്ട് തെറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് ആളുകൾ കടന്നു കയറുന്നതിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ജോലിക്ക് കൊള്ളരുതാത്ത ആളുകൾ അവർ ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ RTI ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു, അവർ കോക്രോച്ചസ് ആയി മാറുന്നു എന്നത് യഥാർത്ഥത്തിൽ അർഹതയില്ലാതെ വ്യാജ ഡിഗ്രികൾ നിർമ്മിച്ചുകൊണ്ട് തൊഴിലിടത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചവരെ പറ്റി പറഞ്ഞതാണ്, യുവാക്കളെ പറ്റി പറഞ്ഞതല്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മൂവ്മെന്റ് അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ആവശ്യം ചീഫ് ജസ്റ്റിസ് മാപ്പ് പറയണമെന്നോ ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നോ നല്ലതല്ല. ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള പരാമർശത്തിന്റെ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവരൊരു വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരം നേടുകയാണ്. ആദ്യത്തെ ദിവസം ആകുമ്പോഴേക്ക് അവർക്ക് 40,000 ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ഏതാണ്ട് 3 മില്യൻ്റെ അടുത്തേക്ക് എത്തുന്നു. പിന്നീട് അത് BJPയെ മറികടക്കാൻ പോകുന്നു എന്നാണ് അതിന്റെ വാർത്താ കൗതുകമായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഈ പറയുന്ന ഒരു സെറ്ററിക്കൽ ഒരു മീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഇതിന്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾക്ക് 4 യോഗ്യതകൾ വേണം എന്നാണ് അവർ പറയുന്നത്. ആദ്യത്തെ യോഗ്യത നിങ്ങൾക്ക് തൊഴിലില്ലാതിരിക്കണം, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. രണ്ടാമത്തെ യോഗ്യത നിങ്ങൾ മടിയനായിരിക്കണം. നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടിരുന്നാൽ മാത്രം പോരാ, ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സും ഉണ്ടാവരുത്, നിങ്ങൾ മടിയന്മാരായിരിക്കണം. മൂന്നാമത്തെ നിങ്ങൾ ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 11 മണിക്കൂറെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്ന ആളായിരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഓൺലൈനിലായിരിക്കണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ. നാലാമത്തത് നിങ്ങൾ ക്യാൻ റാൻഡ് പ്രൊഫഷണലി എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് റാൻഡ് എന്നതിന് മലയാള വാക്ക് ചെലക്കുക എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നല്ല വാക്കുണ്ടെങ്കിൽ അങ്ങനെ സൂചിപ്പിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നിർത്താതെ വർത്താനം പറയാൻ സാധിക്കണം. ഈ 4 യോഗ്യതകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറാൻ സാധിക്കും. അവർ പറയുന്നത്, അവരുടെ ആശയം തന്നെ പറയുന്നത് സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആൻഡ് ലേസി എന്നതാണ്. അതായത് മടിയന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്.